അറ്റംപ്റ്റ് നടക്കുന്നത് 13 വയസ്സിനുള്ളിൽ കുഞ്ഞു കുട്ടികൾക്ക് നേരെയുണ്ട്. എന്താ അവരുടെ ഡ്രസ്സിംഗിൽ എന്ത് പ്രശ്നമുള്ളത്? കുട്ടികളെ റേപ്പ് ചെയ്യുന്നതിന്റെ പ്രശ്നം എന്താ വെച്ചാൽ ഈ ഫ്രസ്ട്രേഷൻ അഗ്രഷൻ തിയറി ഉണ്ട്. സെക്ഷൽ ഫ്രസ്ട്രേഷൻ, ഒരു പുരുഷൻ എത്രത്തോളം സെക്ഷൽ ഇമേജുകൾക്ക് എക്സ്പോസ് ആവുന്നത് ഒരു ദിവസം അതിന്റെ പഠനങ്ങളുണ്ട്. നമ്മൾ ഹോർഡിങ്സും അഡ്വർടൈസ്മെന്റും മോഡൽസിന്റെ ഒക്കെ നോക്കുക. ആ സെക്ഷലി എക്സ്പോസ്ഡ് ആവുന്നത് നമ്മളൊരു സെക്ഷൽ ഒരു ടാർഗറ്റിൽ നിന്ന് ഫ്രസ്ട്രേറ്റഡ് ആയാൽ അത് വേറൊരു ടാർഗറ്റിൽ കൊണ്ടുപോയി അതിന്റെ അഗ്രഷൻ തീർക്കും. സ്ത്രീകളുടെ വസ്ത്ര സ്വാതന്ത്ര്യത്തെ കുറിച്ച് പറയുമ്പോൾ എന്തിനാണ് ഇയാൾ ഈ തിയറി ഇവിടെ പറയുന്നത്? ഇനി ഈ തിയറി ശരിയാണെന്ന് തന്നെ വെക്കുക, എന്നാൽ പോലും ഇവിടെ എന്താണ് അതിന്റെ പ്രസക്തി? അങ്ങനെ ചില സ്ത്രീകളെ കണ്ട് പുരുഷന്മാർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ മറ്റു സ്ത്രീകളെ ഉപദ്രവിക്കുന്നുണ്ടെങ്കിൽ ട്രീറ്റ്മെന്റ് വേണ്ടത് അവന്മാർക്കല്ലേ? അതിനിഷ്ടമുള്ള ക്ലോത്ത്സ് ഇടുന്ന സ്ത്രീകൾ എന്ത് ചെയ്യാനാ? പക്ഷെ കുറച്ചുകൂടി ആഴത്തിൽ ചിന്തിക്കുമ്പോഴാണ് ഇവന്മാർ എത്രത്തോളം ടോക്സിക് ആണെന്ന് മനസ്സിലാക്കാൻ പറ്റുക. സ്ത്രീകൾ റിവീലിംഗ് ആയിട്ടുള്ള ക്ലോത്ത്സ് ഇടുന്നത് കൊണ്ടാണ് അവർ പീഡിപ്പിക്കപ്പെടുന്നത് എന്ന് പറയുന്നതിനോടൊപ്പം ഇപ്പൊ ഇവന്മാർ പറയുന്നത് സ്ത്രീകൾ ഇങ്ങനെയുള്ള ക്ലോത്ത്സ് ഇടുന്നത് കൊണ്ട് ആ പ്രദേശത്തുള്ള കുട്ടികൾ വരെ പീഡിപ്പിക്കപ്പെടുന്നു എന്നാണ്. ഇവരുടെ മാനിപ്പുലേറ്റീവ് ആയിട്ടുള്ള വിക്ടിം ബ്ലെയിമിംഗ് എത്രത്തോളം ഡീപ്പ് ആണെന്ന് നോക്കൂ. നിങ്ങളുടെ അപ്പുറത്തെ വീട്ടിലെ സ്ത്രീകൾ വരെ പീഡിപ്പിക്കപ്പെടുന്നത് നിങ്ങളുടെ ക്ലോത്ത്സ് കാരണമാണെന്ന് പറഞ്ഞ് ആ സ്ത്രീകൾക്ക് വേണ്ടി സങ്കടപ്പെടുന്ന ഇവരുടെ നല്ല മനസ്സിനെ കാണാതെ പോകരുത്. അപ്പോഴും ഇങ്ങനെ പെർവേർഷൻ മൂത്ത് സ്വന്തം വികാരം കൺട്രോൾ ചെയ്യാൻ പറ്റാതെ സ്ത്രീകളെ ഉപദ്രവിച്ച് നടക്കുന്ന പുരുഷന്മാരെ കുറിച്ച് എന്തുകൊണ്ട് ഇവർ ചിന്തിക്കുന്നില്ല? അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങിയ സ്ത്രീകളുടെ വസ്ത്ര സ്വാതന്ത്ര്യത്തിന് മേൽ ഇങ്ങനെ കുതിര കയറാൻ പറ്റില്ലല്ലോ അല്ലെ? ഞാൻ വീണ്ടും പറയുന്നു, ഒരു പട്ടി സ്വയം കൺട്രോൾ ചെയ്യാതെ ഓടി നടന്ന് നാട്ടുകാരെയും വീട്ടുകാരെയും കടിക്കുന്നുണ്ടെങ്കിൽ ആ പട്ടിയെ ചങ്ങലയ്ക്കിടുക അല്ലെങ്കിൽ അതിന് ട്രീറ്റ്മെന്റ് കൊടുക്കുക എന്നത് മാത്രമാണ് അവിടെയുള്ള സൊല്യൂഷൻ. ഈ 30 സെക്കൻഡ് വീഡിയോ കണ്ട് റെസ്പോണ്ട് ചെയ്യാതെ താങ്കൾ ആ മുഴുവൻ എപ്പിസോഡ് കാണാൻ ശ്രമിക്കുകയാണെങ്കിൽ അവിടെ മനസ്സിലാക്കാൻ സാധിക്കും അവിടെ തെറ്റ് ചെയ്തത് പുരുഷനാണെന്ന് ഒരുപാട് തവണ ആവർത്തിക്കുന്നുണ്ട്. ഇത് ഈ മനുഷ്യനെ സ്ക്രിപ്റ്റ് എഴുതാൻ നേരെ ഇരുന്നിട്ട് ആ വീഡിയോ ഒന്ന് കണ്ടാൽ മതി. നമ്മൾ എത്ര തവണ അവിടെ പറയുന്നുണ്ട് ഈ വിഷയം. പുരുഷൻ തെറ്റുകാരനാണ്, പുരുഷൻ തെറ്റുകാരനാണ്, പുരുഷൻ തെറ്റുകാരനാണ്. കാണൂല, കാണരുത്. നമ്മളത് ചെയ്യരുത്. നമ്മളെ ഭാഗത്ത് നിന്ന് ഒരിക്കലും മുഴുവൻ എപ്പിസോഡ് കണ്ട് ഇവരെന്താ ശരിക്കും പറയാൻ ശ്രമിക്കുന്നത് മനസ്സിലായിക്കൊണ്ട് ഒരിക്കലും റെസ്പോണ്ട് ചെയ്യരുത്. നമ്മൾ എന്ത് ചെയ്യണം? ഒരു 20 സെക്കൻഡ് എവിടെയെങ്കിലും കിട്ടും. ആ 20 സെക്കൻഡിൽ എന്താണ് കിട്ടുന്നത് അതിനെ മാക്സിമം അങ്ങ് എന്താ പറയുക, മൊത്തത്തിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഇവർ ചെയ്യുകയാണെന്നുള്ള രീതിയിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കണം. ഇവിടെ ഇപ്പോൾ അമീർക്ക തിയറി എക്സ്പ്ലെയിൻ ചെയ്തു. ആ തിയറി എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള സമയം മാത്രമേ അവിടെ പ്ലേ ചെയ്തിട്ടുള്ളൂ. ആ തിയറിക്ക് ശേഷവും മുമ്പ് ഞങ്ങൾ പറഞ്ഞ കാര്യം എന്താണ്? അവിടെ ആ സമയത്ത് ആ ഫ്ലോറിൽ നടന്ന ഒരു സ്ത്രീയുടെ വസ്ത്രധാരണം കൊണ്ടുള്ള ജഡ്ജ്മെന്റ് പോലും നമ്മൾ എതിർത്താണ്. 2-3 വാക്കുകളുടെ എതിർത്താണ്. അങ്ങനെ ജഡ്ജ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞതാണ്. ഒപ്പം ഇതിന് ശേഷം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, ഒരു കാരണവശാലും വിക്ടിം അല്ല ബ്ലെയിം ചെയ്യപ്പെടേണ്ടത്, കുറ്റവാളി പുരുഷൻ തന്നെയാണ്. എത്രയോ തവണ ആവർത്തിച്ചാണ് ഒരു സ്ത്രീ നെയ്ക്കഡായി നിന്നാൽ പോലും പുരുഷന് റേപ്പ് ചെയ്യാനുള്ള അധികാരമില്ല. അവൻ ആ തരത്തിൽ മോശമായി ഗെയ്സ് തുറിച്ചു നോട്ടം കൊടുക്കാൻ പോലുള്ള അവകാശമില്ല. എക്സാമ്പിൾ, ഒരു പട്ടി എല്ലാവരും കടിച്ചു നടക്കുകയാണെങ്കിൽ ഒന്നതിന് ചങ്ങൾക്ക് ഇടണം, അല്ലെങ്കിൽ നമ്മൾ പറയാ ചങ്ങല, നമ്മൾ പറയാ അതിനെ കൊന്നു കളയണം. അതെ, തീർച്ചയായും അവിടെ ആ പട്ടി കുറ്റക്കാരൻ തന്നെയാണ്, ഒരു സംശയമില്ല. അതോടൊപ്പം തന്നെ മനസ്സിലാക്കേണ്ട വെച്ചാൽ ഇപ്പൊ നമ്മളെ വീട്ടിലൊരു കുട്ടി ഇപ്പോൾ കടിക്കുന്ന പട്ടിയോടെ നമുക്കറിയാം, എന്താ പട്ടിയല്ലേ കൂട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കുട്ടി ആ പട്ടിയുടെ ഭാഗത്താണ് തെറ്റെന്ന് പറഞ്ഞിട്ട് കുട്ടി പട്ടിയുടെ അടുത്തേക്ക് നടന്നിങ്ങനെ പോവാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആ കുട്ടിയും പിന്നിലേക്ക് വലിക്കുന്നുള്ളതാണ്. അത് പട്ടിയാണ് അടിസ്ഥാനമായിട്ട് തെറ്റുകാരനെ നമുക്ക് ഉറപ്പുള്ള അതേസമയം തന്നെ പട്ടിയുടെ അടുത്തേക്ക് പോകുന്നത് കുട്ടിയെ സംബന്ധിച്ച് അപകടകരമാണെന്ന് ബോധ്യപ്പെട്ട കുട്ടി തടയുന്നത് നമ്മളെന്താണ് ഉത്തരവാദിത്തമാണെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ സ്ത്രീകളുടെ വസ്ത്രധാരണം എന്ന് പറയുന്ന കാര്യം നമ്മൾ ഒരുപാട് വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്. സ്ത്രീകളുടെ വസ്ത്രധാരണം എന്നൊരു കാര്യം അത് എങ്ങനെയാണ് ഇതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്, സെക്ഷൽ അഗ്രഷൻ കാണിക്കുന്നതിലേക്ക് ഇഷ്ടംപോലെ സ്റ്റഡീസിൽ പിയർ റിവ്യൂഡ് ആയിട്ടുള്ള ഒരുപാട് ജേർണൽസിൽ ഒരുപാട് നമ്മൾ ബേസിക്കായി മനസ്സിലാക്കി റേപ്പ് എപ്പോഴും മൾട്ടി ഫാക്ടോറിയൽ ആണ്. അതെ, ഒരുപാട് അതും നമ്മളവിടെ പറയുന്നുണ്ട്. അതിന് ഇദ്ദേഹം മുഴുവൻ വീഡിയോ കാണുന്നൊരു ടൈപ്പ് അല്ലല്ലോ. ഒരു ഓൺലി കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടർ ആണെന്നല്ല, അത് വൺ ഓഫ് ദി കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടർ ആണ്. ഇപ്പോൾ ഒരു കുട്ടിയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ, പറതിയിട്ട് നടന്നാൽ എല്ലാവരും റേപ്പിൽ രക്ഷപ്പെടുക വെച്ചാൽ നമ്മൾ പറഞ്ഞ അല്ല, അത് മാത്രമല്ല ഫാക്ടർ. ഇപ്പോൾ ഹെൽമറ്റ് ധരിക്കുന്നത്, അവിടെ നമ്മൾ പറഞ്ഞ ഉദാഹരണമാണ്, ഹെൽമറ്റ് ധരിക്കുന്നത് അപകടം തടയാനുള്ള ഒരു സഹായകരമാകുന്നൊരു കാര്യമാണ്. അപകട മരണം ഇല്ലാതാക്കാനുള്ള ഒരു ഫാക്ടറാണ്. അതിനർത്ഥം ഹെൽമറ്റ് ഇട്ട് എല്ലാവരും നടക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവിടെ പിന്നെ അപകട മരണങ്ങളെ ഉണ്ടാവില്ല എന്നല്ല, അതൊരു ഫാക്ടറാണ്. അവിടെ നിങ്ങൾ പറയാണ് ഇതൊരു ഫാക്ടറാണെന്നുള്ള ഇത്രയും സ്റ്റഡീസ് പറയുമ്പോൾ, ഇത്രയും പഠനങ്ങൾ പറയുമ്പോൾ പുരുഷനിൽ എങ്ങനെയാണ് സ്ത്രീകളുടെ സൗന്ദര്യ പ്രകടനം, എങ്ങനെയാണ് പുരുഷനിൽ ബ്രെയിൻ റിയാക്ഷൻസ് ഉണ്ടാക്കുന്നത്, അത് കാണാൻ വേണ്ടി പുരുഷൻ എങ്ങനെയാണ് സ്ത്രീയെ മാനിപ്പുലേറ്റ് ചെയ്യുന്നത്, ട്രെൻഡിൻ്റെ അൽഗോരിതത്തിൻ്റെ പോലെ സ്ത്രീയെ മാനിപ്പുലേറ്റ് ചെയ്ത് സൗന്ദര്യം കാണിപ്പിച്ച് പുരുഷൻ അതേ കാര്യങ്ങൾ നടത്തിപ്പിച്ച് അത് അവനിൽ ട്രിഗേർഡ് എന്ന് പറയുമ്പോൾ അതവന് ഇഷ്ടപ്പെടുന്ന ട്രിഗറിങ് കേട്ടോ, അവൻ അത് കാണാൻ ആഗ്രഹിക്കുന്നു, അത് കാണിപ്പിക്കുകയും ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ചില ആളുകൾ ഇത്തരത്തിൽ അവരെ അറ്റാക്ക് ചെയ്യാനും മോശമായിട്ട് അവരോട് ബിഹേവ് ചെയ്യാനുള്ള കാരണമായിട്ട് വർക്ക് ചെയ്യുന്നുള്ളത് ഇഷ്ടംപോലെ സ്റ്റഡീസിൽ കാണാൻ പറ്റും, ഇഷ്ടംപോലെ പേപ്പേഴ്സിൽ കാണാൻ പറ്റും. ഇതൊന്നും നമ്മൾ അംഗീകരിക്കാനേ പാടില്ല, ആ വിഷയം ചർച്ച ചെയ്യാനേ പാടില്ല, ആലോചിക്കാനേ പാടില്ല എന്ന് പറയുന്നത്
ആ ഒരു പേഴ്സ്പെക്റ്റീവിൽ എന്ത് ലോജിക്കാണുള്ളതെന്ന് നമ്മൾ ചോദിക്കുന്നതാണ്. ഇപ്പം ഇതിൽ മൂപ്പര് പറയുന്നുണ്ട്, ഇതിൽ പിന്നെ ഇവരെ ഈ റേപ്പ് ചെയ്യുന്ന ആളുകൾ ഒഫൻഡേഴ്സിനല്ല ട്രീറ്റ് ചെയ്യേണ്ടതെന്നുള്ളത്. ഒഫൻഡേഴ്സിനെ ട്രീറ്റ് ചെയ്യല്ല വേണ്ടത്, അവരെ പണിഷ് ചെയ്യാണ് വേണ്ടത്. മാക്സിമം പണിഷ്മെൻ്റാണ് അവർക്ക് കൊടുക്കേണ്ടത്. പിന്നെ പണിഷ് ചെയ്യുന്നതിന് മുമ്പ് ആരാണ് ഒരു പൊട്ടൻഷ്യൽ റേപ്പിസ്റ്റ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഒഫൻഡർ എന്നുള്ളത് നമുക്കറിയാൻ പറ്റില്ല. അപ്പോൾ അതിപ്പോൾ ഏത് പുരുഷനാണ് നമുക്ക് ചിലപ്പോൾ റേപ്പ് ചെയ്താലും മനസ്സിലാവുക, അവരെ കാത്തിരിക്കണം നമ്മൾ ചോദിക്കുന്നത്. ഒരു റേപ്പിസ്റ്റിനെ ശിക്ഷിക്കാൻ അല്ലെങ്കിൽ ഒരു റേപ്പിസ്റ്റിന്റെ അടുത്ത് നിന്നുള്ള റേപ്പ് എന്ന് പറയുന്ന കർമ്മം തടയാൻ വേണ്ടിയിട്ട് റേപ്പ് ചെയ്യുന്നവരെ കാത്തിരിക്കാം എന്ന് പറയേണ്ട ആവശ്യമില്ലെന്നുള്ളതാണ്. അതെ അതെ. അപ്പോൾ പിന്നെ നമുക്കിപ്പോൾ എല്ലാവർക്കും ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക, എല്ലാവരെയും പിടിച്ച് അത് നടക്കൂല. അപ്പോൾ ഇത് നടക്കാനുള്ള സാധ്യതകൾ ഇല്ലാതാക്കുക. അപ്പോൾ അതിന് പല മൾട്ടി ഫാക്ടോറിയലായിട്ടുള്ള ഒരുപാട് റീസൺസ് ഉണ്ട്. അപ്പോൾ അതിൽ പലതും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഒരുപാട് കാരണങ്ങളുണ്ട്. ആ കാരണങ്ങളിൽ നമുക്ക് പിന്നെ ചെയ്യാൻ പറ്റുന്നതെല്ലാം നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഒരു പ്രിവെൻഷൻ നമുക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിലേക്ക് വൺ ഓഫ് ദ ഫാക്ടറാണ് ക്ലോത്തിങ് എന്നുള്ളത്. പിന്നെ ആ ക്ലോത്തിങ് നമ്മൾ മറ്റ് വീഡിയോസ് കണ്ടറിയാം എങ്ങനെയാണ് സ്ത്രീകളുടെ ക്ലോത്തിങ് ഒബ്ജക്റ്റിഫിക്കേഷൻ ചെയ്യുന്നത്, സെക്ഷുവലൈസേഷൻ ചെയ്യുന്നത്, ആണതിനെ എങ്ങനെ കാണുന്നു, എല്ലാ ആണുങ്ങളും ഇല്ല, ചില ആണുങ്ങൾ എങ്ങനെ കാണുന്നു. അപ്പോൾ അതൊക്കെ അതിലേക്ക് ഒരു കോൺട്രിബ്യൂട്ടിംഗ് ആണ്. അവിടെ ആ ക്ലോത്ത് ധരിക്കുന്നു എന്നുള്ളത് അത് നമ്മളുടെ ചോയ്സാണ് എന്ന് പറഞ്ഞ് എവിടെയും കൊണ്ടുപോയി ധരിക്കാം എന്ന് പറയുമ്പോൾ എല്ലാ ചോയ്സും അൺലിമിറ്റഡ് ഫ്രീഡത്തിൽ നമുക്ക് ഉപയോഗിക്കാം. ഒരു രാജ്യത്ത് ഒരു നാട്ടിലും പറ്റില്ലല്ലോ. അപ്പോൾ നമ്മളെ സെൻസ് ഓർഗൻസിനെ പിന്നെ പല രൂപത്തിൽ അറ്റാക്ക് ചെയ്യുന്ന, ട്രിഗർ ചെയ്യുന്ന, ഇറിറ്റേറ്റ് ചെയ്യുന്ന ചില സാധനങ്ങളുണ്ടാവും. ഇപ്പം എൻ്റെ അയൽവാസി ഒരാൾ രാത്രി 10 മണിക്ക് ശേഷം ലൗഡ് സ്പീക്കർ ഇട്ടിട്ട് DJ പാട്ട് വെക്കുകയാണ്. അപ്പോൾ അവൻ പറയും ഇതെൻ്റെ ചോയ്സ് അല്ലേ എന്ന് പറഞ്ഞാൽ അത് എന്നെ സംബന്ധിച്ച് എൻ്റെ ചെവിയിലൂടെ അത്രയും ഡെസിബിളിൽ ശബ്ദം കയറുമ്പോൾ എനിക്ക് പ്രശ്നമാണ്. അപ്പോൾ അവിടെ റെഗുലേറ്റ് ചെയ്യണം അതിനെ. ഇപ്പോൾ എൻ്റെ വേറൊരു അയൽവാസി അയാളെ വീട്ടിൽ പിന്നെ കുറേ പിന്നെ മാലിന്യം പിന്നെ കൊടുന്നിടുന്നത്. അപ്പോൾ അത് സ്മെല്ല് എനിക്ക് ഭയങ്കരമായിട്ട് വന്നാൽ ഞാൻ ചിലപ്പോൾ കേസ് കൊടുക്കും. അതെന്നെ എന്ത് ചെയ്യുന്നു, അപ്പോൾ ആ മാലിന്യം അവിടെ നിക്ഷേപിക്കാൻ പാടില്ല എന്നുള്ളത് റെഗുലേറ്റ് ചെയ്യേണ്ടത്. ഇങ്ങനെയൊക്കെ നിയമങ്ങളുണ്ട്. അപ്പോൾ ഒരു പിന്നെ പുരുഷനെ സംബന്ധിച്ച് ഒരു പെണ്ണിനെ ഒരു സെക്ഷൽ പിന്നെ പ്രൊവോക്കേറ്റീവായിട്ടുള്ള ഒരു ക്ലോത്ത്, ഇതൊക്കെ പഠനങ്ങളിലുള്ള കേട്ടോ, നമ്മൾ പറയുന്നതല്ല. പിന്നെ അറോസ് ചെയ്യുന്നുണ്ടെങ്കിൽ പല പുരുഷന്മാരെയും അവരുടെ ഫ്രണ്ടിലെ ഈ ഓർബിറ്റോ ഫ്രണ്ടൽ കോർട്ടക്സ് ഇത് തടയും. കാരണം ആ തടയുക എന്നുള്ളൊരു ജെൻറ്റിൽമാൻ ബിഹേവിയറാണ്. കാരണം പുരുഷൻ സെക്യുലർ അറോസ്ഡ് ആവും, ആ ഡിസയറിനെ തടയും ചെയ്യും. ആ തടയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഓർബിറ്റോ ഫ്രണ്ടൽ കോർട്ടക്സ് എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഇതുമായി ബന്ധപ്പെട്ട പാസ്റ്റിലുള്ള എല്ലാ ഇമേജസും എല്ലാ പിന്നെ സംഗതികളെയും എന്ത് ചെയ്യും, കളക്ട് ചെയ്യും. പിന്നെ ഇത് ചെയ്താൽ ഉണ്ടാവുന്ന കോൺസിക്വൻസിനെ കുറിച്ച് മുഴുവൻ നോക്കും. അപ്പോൾ അവന് മനസ്സിലാവും, അത്യാവശ്യം ഒരാൾ മനസ്സിലാവും എൻ്റെ പേഴ്സണാലിറ്റി പോകും, എൻ്റെ ഇമേജ് ആളുകളുടെ മുമ്പിലെ നാണകളും, എനിക്ക് പിന്നെ ലോ പ്രകാരം പണിഷ്മെൻ്റ് ഉണ്ട്, ഞാൻ ജയിലിൽ പോകും. ഇതൊക്കെ അൺകോൺഷ്യസ്ലി ഇവൻ്റെ ബ്രെയിൻ എന്ത് ചെയ്യും, കളക്ട് ചെയ്യും. പിന്നെ മൂന്നാമത് എന്താ വെച്ചാൽ ഇതൊക്കെ അനലൈസ് ചെയ്തുകൊണ്ട് ഇവൻ്റെ ബ്രെയിൻ, ഈ ഫ്രണ്ടൽ ബ്രെയിൻ, ഈ ഓർബിറ്റോ ഫ്രണ്ടൽ കോർട്ടക്സ് പിന്നെ അത് തീരുമാനിക്കും ഞാനിത് പിന്നെ മുന്നോട്ട് പോകണോ, ഇതിനെ ഒഴിവാക്കണോ, റിജക്റ്റ് ചെയ്യണോ എന്നുള്ളത് എന്ത് ചെയ്യും, അവിടുന്ന് ഒരു ഡിസിഷൻ എടുക്കും. അപ്പോൾ ഇതാണ് നോർമലി ഒരു പുരുഷൻ്റെ ബ്രെയിനിൽ സംഭവിക്കുക. പക്ഷേ ചില പുരുഷന്മാർക്ക് ഒരു ഡിസ്റെഗുലേഷൻ ഉണ്ടാവും, ഇമ്പൾസീവ്നെസ് കൂടുതലായിരിക്കും, അവർക്ക് ചിലപ്പോൾ ഒരു കമ്പൾസീവ് സെക്ഷൽ ബിഹേവിയർ ഉണ്ടാവും. അവർ ചിലപ്പോൾ ഇതിൻ്റെ മേലെ ആക്ട് ചെയ്യും. ചില ആളുകളുടെ ബ്രെയിൻ പറയാൻ ആക്ട് ചെയ്യാനാണ്. എന്നാലും അവർ ചെയ്യുന്നത് ശരിയാണെന്നല്ല പറയുന്നത്, ഒരു തെറ്റാണ്. 100% തെറ്റാണ്. അവർ ശിക്ഷിക്കപ്പെടുന്ന ആളുകളാണ്. എന്നാൽ അതിന് പിന്നിൽ ഈ ഫാക്ടേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കണം. അതൊരു റിയാലിറ്റി ആയിരിക്കെ നമുക്ക് എങ്ങനെയാണ് അതുകൊണ്ട് കണ്ണടക്കാൻ പറ്റുന്നത്? അത് അവരുടെ ബ്രെയിനിൽ അങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടാക്കുന്ന ചില ആളുകളുടെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ നമ്മളുടെ ചോയ്സിനെ റെഗുലേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ആ റെഗുലേഷൻ അത് ഒരു നിയമം കൊണ്ടുവരണം എന്നല്ല, അതൊരു സോഷ്യൽ നോമായിട്ട് വരേണ്ടതാണ്. നമ്മൾ ഈ പഠനങ്ങളൊക്കെ അതിന് വേണ്ടി നടക്കട്ടെ, ഒരുപാട് പഠനങ്ങൾ നടക്കട്ടെ, ആ പഠനങ്ങളിലൂടെ ഒരുപാട് അവയർനെസ് ഉണ്ടാവട്ടെ, ആ അവയർനെസ്സിലൂടെ നമ്മളൊരു സോഷ്യൽ നോം ഡെവലപ്പ് ചെയ്ത് വരികയാണെങ്കിൽ അത്രയും നല്ലത്. യെസ്, അതെ. അതിൽ ഇപ്പോൾ ഈ ഒപ്പം തന്നെ നമ്മൾ എപ്പോഴും പറയാറുള്ള, എല്ലാ വീഡിയോയിലും പറയാറുള്ള കാര്യം വെച്ചാൽ ഈ ചോയ്സ് അത് നിങ്ങളുടെ ഫ്രീ ചോയ്സ് ആണെന്ന് ഒരിക്കലും വിചാരിക്കരുത്. കാരണം ഈ ചോയ്സ് ഇപ്പം നിങ്ങൾ ബോഡി എക്സ്പോസ് ചെയ്യുന്നതിൻ്റെ ഒരു പ്രഷർ പുരുഷനില്ലാത്തൊരു പ്രഷറാണ്, നിങ്ങൾക്ക് മാത്രമുള്ള അല്ലെങ്കിൽ സ്ത്രീകൾക്ക് മാത്രമുള്ളൊരു പ്രഷറാണ്. അപ്പോൾ ആ പ്രഷർ എങ്ങനെ വരുന്നു, എന്തുകൊണ്ട് പുരുഷനില്ലാത്ത പ്രഷർ നിങ്ങൾക്ക് മാത്രം ഉണ്ടാകുന്നു? അതെല്ലാ കാലവും പുരുഷൻ നിങ്ങളെക്കൊണ്ട് വസ്ത്രം തുറപ്പിച്ചിരുന്നു, ഇന്നും അവൻ തുറപ്പിക്കുന്നു. അപ്പോൾ അത് ഒന്ന് ഇത്തരത്തിലുള്ള സോഷ്യൽ ഇമ്പാക്ട്സ് അതിന് ഉണ്ടാകുന്നുണ്ട് വസ്ത്രം തുറക്കുമ്പോൾ അല്ലെങ്കിൽ എക്സ്പോസ് ചെയ്യുമ്പോൾ. രണ്ടെന്ന് പറഞ്ഞാൽ ആ എക്സ്പോസിങ് പോലും, ആ വസ്ത്രം തുറക്കൽ പോലും
നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന കാര്യമില്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. അപ്പോൾ അത്രയാണ് വീഡിയോയിൽ പറയാനുള്ളത്. ഒന്ന് മല്ലു അനലിസ്റ്റിനോടും മുഴുവൻ വീഡിയോ കാണാനേ പറ്റുകയാണെങ്കിൽ ഒന്ന് കണ്ടിട്ട് മാത്രം റെസ്പോണ്ട് ചെയ്യാം. അതെ, തിയറീസ് ഒക്കെ ഒന്ന് പഠിച്ചിട്ട് ഒരുപാട് ആൾക്കാരെ പഠിച്ചു വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പഠിച്ചിട്ട് റെസ്പോണ്ട് ചെയ്യുക. 2, ഇത്തരത്തിൽ മനസ്സിലാക്കുന്ന സ്ത്രീകൾ അവരും ഈ വിഷയം ഈ തരത്തിൽ തന്നെ ചിന്തിക്കാൻ ശ്രമിക്കണം എന്നുള്ളതാണ്. അപ്പോൾ കൂടുതൽ ഈ വിഷയത്തെപ്പറ്റി പഠിക്കാൻ, മറ്റു വിഷയങ്ങളും പറ്റിയിട്ട് മനസ്സിലാക്കാൻ, ഇത്തരം സമാനമായിട്ടുള്ള വിഷയങ്ങൾ മനസ്സിലാക്കാൻ ചാനൽ സന്ദർശിക്കാം, വീഡിയോസ് കാണാം, ഉപകാരമെടുക്കാം, മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കാം. ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.